ഇന്ന് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇത്ര നാൾ ഇതിനെ മൈൻഡ് ചെയ്യാത്ത ഞാൻ ഇന്നിത് പറിച്ചെടുത്തുകൊണ്ട് വന്നു. എന്നാൽ കുറച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തതിൽ കൂടുതലും പഴുത്ത് തന്നെയായിരുന്നു, കുറച്ച് മാത്രമേ പച്ച ഉണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ എവിടെ ഒരു പരിപാടി അവതരിപ്പിച്ചാലും അത് ഫ്ലോപ്പ് ആവാറേ ഉള്ളല്ലോ. പിന്നെ അങ്ങനെ ഇത് കുക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഓർമ്മ വന്ന കാര്യം, പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ മുന്നേ എനിക്കൊന്നും ഉണ്ടാക്കാറിയാത്ത ടൈമിൽ ഞാൻ ഉണ്ടാക്കി പഠിച്ച സംഭവമാണ് മെഴുക്ക് വരട്ടിയും തോരനും ഒക്കെ. അപ്പോൾ ആ ടൈമിൽ എനിക്കത് മാത്രമേ ഉണ്ടാക്കാൻ അറിയത്തുള്ളായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്നതും അത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ പേരാണ് മെഴുക്ക് വരട്ടി സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ തോരൻ സ്പെഷ്യലിസ്റ്റ് എന്ന്. ഈ പേരിട്ടത് വേറെ ആരുമല്ല, എൻ്റെ ബ്രദറാണ്. ആളിപ്പോൾ കുവൈറ്റിലാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കാറുണ്ട്. അങ്ങനെ എന്തായാലും ഇന്ന് കുറേ നാൾക്ക് ശേഷം ഞാനൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരാഗ്രഹം. കോവയ്ക്ക പഴുത്തതുകൊണ്ട് തന്നെ സംഭവം ഫ്ലോപ്പായെന്ന് വിചാരിച്ചെങ്കിലും അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു.